അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്, അമ്മാ ബഅദ്. സഹൃദയരെ, ഈ ധന്യമായ സദസ്സിന്റെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. വയനാട്ടിലെ കൊച്ചു ഗ്രാമമായ മുണ്ടക്കൈക്കടുത്തുള്ള പുതുപ്പാറയിലെ ഒരു കല്യാണ വീട്. ശതകോടി താരം തഞ്ചം പെയ്തിറങ്ങണ്, വീട്ടിലന്ന് പന്തലൊന്നൊരുങ്ങണ്. അല്ലിൽ ശതകോടി താരം തഞ്ചം പെയ്തിറങ്ങണ്, വീട്ടിലന്ന് പന്തലൊന്നൊരുങ്ങണ്. സ്നേഹനബി സ്നേഹനബി സാരമേറിയ കാഹു ചമയണ്, മാരി സോലയിന്ന് മോദമേറി നിൽക്കണ്. മംഗളഹാരം മംഗലഗാനം, മംഗളഹാരം മംഗലഗാനം പാടി വേദിയിൽ ചൊങ്കില. തോരാ മഴയത്തും തിരക്കൊഴിയാത്ത ഭക്ഷണപ്പുരയിൽ അയമുട്ടിക്ക കാതറാജിയോട്, അല്ല നിങ്ങൾ നിർത്തിയോ, ചോറിട് മനുഷ്യ, നമ്മളൊക്കെ നാളെ ഉണ്ടാവുന്ന എന്താ അത്ര ഉറപ്പ്? അതെ, പുതുപ്പാറയിലെ ഇല്ലിക്കൽ അഹമ്മദ് ഹാജിയുടെ പുന്നാരമോൾ സുഹൈലയുടെ കല്യാണ രാവാണിന്ന്. സുബൈർ അതിഥികളെയും കുടുംബക്കാരെയെല്ലാം ക്ഷണിച്ചിരുത്തുന്ന തിരക്കിലാണ്. അല്ല സുബൈർ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലിക്കൽ അഹമ്മദ് ഹാജിയുടെ പരേതനായ ഇല്ലിക്കൽ അഹമ്മദ് ഹാജിയുടെ മൂത്ത മകനാണ് സുബൈർ. തന്റെ ബാപ്പയില്ലാത്ത എല്ലാ സങ്കടങ്ങളും എല്ലാ വ്യതനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സുബൈർ അധ്വാനിച്ച് 5 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് തിരിച്ചെത്തി 4 മാസത്തെ ലോങ് ലീവിന് തന്റെ സ്വന്തം പൊന്ന് സഹോദരിയായ സുഹൈലയുടെ കല്യാണത്തിന് നാട്ടിലെത്തിയാണ് സുബൈർ. ഉള്ളിൽ ആളിക്കത്തുന്ന എല്ലാ തിരക്കുകളും എല്ലാ ഭാരങ്ങളും മുഖത്ത് പുഞ്ചിരിയായി കൊണ്ടുവന്നുകൊണ്ട് സുബൈർ കല്യാണ പന്തലിൽ എല്ലാരെയും ക്ഷണിച്ചിരുത്തുകയാണ്. അതേസമയം കോഴിക്കോട് മുക്കത്തിനടുത്തുള്ള കരപ്പാറയിലെ മറ്റൊരു വീട്ടിൽ പണിയേറെ ചെയ്തിട്ടും കണ്ടമാവതനോവല്ലോ മംഗല്യമാടുവാൻ കാശു പോരാമുനീറോനീ പട്ടിണിയും പരിവട്ടവും ഇല്ലാത്തൊരു നാള് വന്നു ചേരും ഹസീന മാരനെ ഈ ആശ്വാസങ്ങൾ. കാരമൂലയിലെ ആ കൊച്ചു വീട്ടിൽ മുനീർ ഹസീന ദമ്പതികളുടെ വിവാഹപ്രായമെത്തിയ ഒരു മോളുണ്ട്. അവളാണ് മുഫീദ. അവളുടെ കല്യാണം കെങ്കേമമാക്കണം, അടുത്ത മാസം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കിടന്നുറങ്ങാൻ നേരത്ത് മുനീർ വളരെ വിഷമത്തോടെ, എന്താ ചെയ്യാ, ആകെ 2 പവൻ പണ്ടത്തിനുള്ള പൈസയെ ആയിട്ടുള്ളൂ, പണ്ടം വെക്കാതെ അവരാണെങ്കിൽ കല്യാണം നടത്തുന്നു തോന്നുന്നില്ല, എന്താ ചെയ്യ ഹസീന? ഹസീനയുടെ ആശ്വാസമേറിയ മറുപടി, നിങ്ങൾ സമാധാനമായിരിക്കട്ടോ, നിങ്ങൾ ബേജാറാവണ്ട, ഇൻഷാ അല്ലാഹ് പൈസയൊക്കെ ആയിക്കോളും. ഞാന് റിഫായി ഷേഖിന്റെ പേരില് 2 കോഴികളെ നേർന്നിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ടൊന്നും ബേജാറാവണ്ട. കൂലിവേലയും വാർക്കപ്പണിയും എടുത്ത് തഴമ്പിച്ച മുനീറിന്റെ കൈകൾ തടവിക്കൊണ്ട് ഹസീന സമാധാനപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ പുലർച്ചെ 4 മണിക്ക് നിർത്താതെയുള്ള ഫോൺ കോളുകൾ കേട്ടാണ് മുനീർ ഉറക്കം ഞെട്ടുന്നത്. എടുത്തു നോക്കിയപ്പോൾ സർക്കിൾ പ്രസിഡന്റ് മൻസൂർ സഖാഫിയാണ്. വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടിയിരിക്കുന്നു. അതിതീവ്രമായ രംഗം. നമുക്കുടനെ പുറപ്പെടണം. ഒന്നും ചിന്തിക്കാതെ സ്വാതനം വളണ്ടിയേഴ്സിനൊപ്പം മുനീർ പുറപ്പെട്ടു. അവരവിടെ എത്തിയപ്പോൾ സമയം 7:30 ആയിരുന്നു. വാർത്തകളിലും സംസാരങ്ങളും കേട്ടതിനപ്പുറം അതിദാരുണമായിരുന്നു വയനാട്ടിലെ സാഹചര്യം. തലയില്ലാത്ത ഉടലുകൾ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോകുന്നു. ഒട്ടനേകം ബോഡികൾ ഇവിടെയായി ബോഡി ഭാഗങ്ങൾ ചിതറി കിടക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരെ സഹായിക്കണമെന്നറിയില്ല. 4 ഭാഗത്തു നിന്നും നിലവിളികൾ മാത്രം. ഒട്ടും സംശയിക്കാതെ മുനീർ എടുത്തു ചാടി വെള്ളത്തിലേക്ക്. തന്റെ തൊട്ട് വലതുഭാഗത്തു നിന്നും ഒരു വന്ധ്യ
വയോധികയുടെ ശബ്ദം കേട്ട പകുതി പൊളിഞ്ഞ വീട്ടിലേക്ക് മുനീർ അടുത്തു. മേൽക്കൂര വലിച്ചു മാറ്റി മുനീർ ആ വീട്ടിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ട രംഗം വളരെ ദാരുണമായിരുന്നു. ജീവനറ്റ് കിടക്കുന്ന തന്റെ പൊന്നുമോൾ കരികിൽ ഇരുന്നു കൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന പൊന്നോര ഉമ്മ. ആ ഉമ്മ പറയുന്നു, എന്റെ പൊന്നുമോളെ, ഇന്ന് കല്യാണ നാരിയായി ഇറങ്ങേണ്ട മോളായിരുന്നു എന്റെ മോള്. ആ മോള് എന്താണ് അനങ്ങാത്തത് എന്ന് ആ ഉമ്മ തേങ്ങി തേങ്ങി കരയുന്നു. ആ ഉമ്മയെയും മകളെയും വീട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ മുനീറിന്റെ മനസ്സിലുണ്ടായിരുന്നത് തന്റെ വീടും തന്റെ വീട്ടിൽ ഉറങ്ങുന്ന ഹസീനയും കല്യാണമെത്തിയ പൊന്നുമോൾ മുഫീദയും മാത്രമായിരുന്നു. മുനീർ ദുആ ചെയ്തു, പടച്ചോനെ എന്റെ മുഫി, എന്റെ മുഫി. അങ്ങനെ വീണ്ടും മുനീർ തിരച്ചിൽ തുടരുകയാണ്. ആ മേൽക്കൂരക്കടയിൽ വല്ല ജീവനുകളും ബാക്കിയുണ്ടോ എന്നറിയാൻ മുനീർ വീണ്ടും വീണ്ടും തിരയുകയാണ്. പെട്ടെന്നാണ് ഇടിഞ്ഞ മേൽക്കൂരക്കടിയിൽ എന്തോ ഒന്ന് തിളങ്ങുന്നത് മുനീറിന്റെ ആകർഷതയിൽപ്പെട്ടത്. മുനീറിന് ആകാംക്ഷയാണ്, എന്താണത്? ദൂരെ കണ്ടതിലെങ്കും കനകതങ്കമാണേ, ചാരെ വന്ന മുനീറത് കണ്ടു മയങ്ങും നീളെ, ദീനപരാധീനതകൾ മായ്ക്കാൻ പോന്നതാണേ, ചിന്തകളേറെ കലങ്ങി മറിഞ്ഞിരുവാപ്പിലായേ. അതെ, അത് കണ്ണഞ്ചിപ്പിക്കും, ആരുടെയും കണ്ണുകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തങ്കമായിരുന്നു. മുനീർ അത് പൊട്ടിച്ചു നോക്കിയപ്പോ ഇത് കല്യാണത്തിന്റെ ആഭരണങ്ങളാണല്ലോ. മുനീർ പെട്ടെന്ന് അത്ഭുത ലോകത്തേക്ക് മിന്നി മറഞ്ഞു. മുനീർ ഒരു നിമിഷം താനല്ലാതായി മാറി. റബ്ബേ, എന്റെ വിളിക്ക് നീ ഉത്തരം നൽകിയോ? എന്റെ മുഫീദയുടെ കല്യാണത്തിനുള്ള പണ്ടമാണോ ഇത്? എന്റെ ഹസീനയുടെ ദുആ നീ സ്വീകരിച്ചോ റബ്ബേ? മുനീർ അല്ലാതായി മാറിയ നിമിഷം, ഒരു നിമിഷം അദ്ദേഹം ദുരിതക്കയത്തിലാണെന്ന് പോലും സംശയിച്ചു പോയ സമയം, പെട്ടെന്നാണ് മുനീറിന് ദിവ്യാബോധമുണ്ടായത്. പടച്ചോനെ, ഞാൻ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടിയത്? എന്താണ് എനിക്ക് പറ്റിയത് റബ്ബേ? ഈ പൊന്നെനിക്ക് ഹലാലാണോ അല്ലാ? അസ്തഗ്ഫിറുല്ലാഹ്. സ്വർണ്ണപ്പൊതിയേന്തി നീങ്ങി മുനീർ ചെന്നു, ധർമ്മത്തിലെ മാന്റെ ചാരേ, സ്വർഗപുരാൻ കൽബിൽ ഏകിയ ബോധത്താൽ സർവസുഖം ത്യാഗം ചെയ്തേ. ഇത് അപൂർവമായ കാര്യമെന്നവർ ഏറ്റുചൊല്ലി, ഇത് വിശാലമാ മനസ്സിൻ വിഭവം എന്നു കയ്യിൽ കിട്ടിയ സ്വർണ്ണാഭരണങ്ങളുമായി ദുരിതക്കയത്തിലൂടെ മുനീർ പോലീസ് അധികാരികൾക്ക് അരികിലേക്ക് നടന്നു നീങ്ങി. അവരെ ഏൽപ്പിച്ചപ്പോൾ തെല്ല് സംശയത്തോടെ പോലീസ് അധികാരികൾ അത്ഭുതത്തോടെ മുനീറിനെ സമാധാനിപ്പിച്ചു. ഇത് അധികമാർക്കും കഴിയാത്ത കാര്യമാണ്, നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ കേരളക്കരെ ഒന്നാകെ വയനാടിനെ സംരക്ഷിച്ചു. അവരെ കൈപിടിച്ചുയർത്തി. കാലചക്രം പിന്നെയും കലങ്ങി മറിഞ്ഞു. മുഫീദയുടെ കല്യാണം അടുത്തു. മുനീർ പതിവ് പോലെ ക്ഷീണിച്ച് അവശനായി വാർക്കപ്പണിയും കൂലിപ്പണിയും ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീട്ടുമുറ്റത്ത് ഒരു പോലീസ് ജീപ്പ്, കോലായിൽ 3 പോലീസുകാരുമുണ്ട്. എന്താണ് റബ്ബേ, എന്താണ് അല്ലാ? പുഞ്ചിരിയോടവർ വീണ്ടും മുനീറിന് സ്വാഗതം, ചാരുതയേറും വിൽപ്പൊതിയേകി മനോഹരം, പൊതിയിൽ കണ്ടൊരു പരിവു കലർന്നൊരു വാചകം, പിരിശത്തോടെ വാങ്ങിടണം ഈ പൊൻപദം, ഇതാ വരുന്നു സുഖകാലം, ഈ ചെറുതാരിൻ സുഗതവരം, ഇതാ വരുന്നു സുഖകാലം, ഈ ചെറുതാരിൻ സുഗതവരം, ആനന്ദത്തിൻ കണ്ണീരിൽ ആശകൾ വിടരും മകതാരിൽ. മുനീറിനെ കണ്ടപാടെ പോലീസുകാർ എഴുന്നേറ്റ് നിന്ന് വീട്ടിലേക്ക് ആനയിച്ചു. താങ്കൾക്ക് പേടിക്കേണ്ടതില്ല, താങ്കൾക്ക് അർഹതപ്പെട്ടത് തിരിച്ചു തരാനാണ് ഞങ്ങൾ വന്നത്. സ്വല്പം കനമുള്ള ഒരു പൊതി പോലീസുകാർ മുനീറിനെ ഏൽപ്പിച്ചു.
പൊട്ടിച്ചു നോക്കിയപ്പോ 2 ആഴ്ച മുമ്പ് മുണ്ടക്കയിൽ നിന്നും ദുരിതാശ്വാസ പ്രവർത്തനത്തിനിടയിൽ താൻ ഏൽപ്പിച്ച സ്വർണമാണല്ലോ ഇത്. അതിലൊരു വെള്ള പൊതിയുമുണ്ട്, വെള്ള കടലാസിൽ ഒരു കുറിപ്പുമുണ്ട്. മുനീർ അത് പൊട്ടിച്ചു വായിച്ചു. മോനെ, എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇത് മാത്രമാണ് ബാക്കി. എന്റെ മോളുടെ ഒരേ ഒരു ബാക്കിയുള്ള സ്വത്ത് മാത്രമാണിത്. ഇത് മോൻ സ്വീകരിക്കണം, എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. കയ്യിൽ കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ മുനീർ ആകെ പതറിപ്പോയി. സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നുകൊണ്ട് മുനീർ നിന്ന നിൽപ്പിൽ നിന്നു. ജനലിന് പിറകിൽ നിന്നും ഹസീന ഷാളിന്റെ അറ്റം കൊണ്ട് കവിളിൽ കിനിഞ്ഞ കണ്ണുനീരുകൾ തുടച്ചു. സത്യസന്ധതയാണ് മനുഷ്യന് എക്കാലത്തും ആവശ്യമായ സാധനം. കൈപ്പുള്ളതാണെങ്കിലും സത്യം മാത്രം പറയുക എന്ന തിരുനബിയുടെ ആശയം നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ കഥാപ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.